നമ്മൾ മേലോട്ട് ഇത് മേലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാല് ശരിക്കും ബ്ലാങ്ക് ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഇത് കറക്റ്റ് പിക്ചേഴ്സ് കൊടുത്ത് സൈഡിലെ ലൈറ്റ്സ് കൊടുത്തപ്പോൾ ഇത് ഭയങ്കര എന്താ പറയാ, ഒരു നേരത്തെ പറഞ്ഞ മാതിരി സിമ്പിൾ ആയിട്ട് നമുക്ക് റിച്ച്നെസ് ഫീൽ ചെയ്തു. അതുപോലെ ഈ വുഡ് ഇത് റിയൽ വുഡാണ്, തേക്കിന്റെ ഇത് റിയൽ വുഡാണ് ഞാൻ ചോദിക്കട്ടെ. ഇത് അതുപോലെ നമ്മുടെ എല്ലാ ജനല് അതേപോലെ നമ്മുടെ എല്ലാ വാതിലൊക്കെ വുഡ് കംപ്ലീറ്റ് ഫുള്ള് വുഡ് വരുന്നത് തേക്ക്. കോംപ്രമൈസ് ഇല്ല, വേറെ ഒരു മെറ്റീരിയൽ ഇല്ല. അതുപോലെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസിന്റെ വർക്ക് ഞാൻ നേരത്തെ നിങ്ങളെല്ലാ സെലക്ഷനിലും ഉണ്ട് കേട്ടോ. അതായത് ഒരുപാട് ഭയങ്കര ഫങ്കി സാധനങ്ങളൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട്, എന്നാൽ അതിനൊരു പ്രീമിയം ടച്ചും കിട്ടിയിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ വളരെ നന്നായിട്ട് കേട്ടോ. ഇത് നമ്മൾ ശരി ആക്ച്വലി ഇതൊരു പണ്ടത്തെ ഒരു കൺസെപ്റ്റ്. നമ്മൾ ഈ തട്ട് എന്ന് പറഞ്ഞ സംഭവം, ഈ തട്ടില് നെല്ല് ഇങ്ങനെ തൂക്കണ നമ്മള് ട്രഡീഷണലി ഒരു സംഭവം. അപ്പൊ അത് ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ വുഡൻ സാധനം കെട്ടിയിട്ട് അതിൽ ശരിക്കും ആ നെല്ല് ഇങ്ങനെ തൂക്കിയിരുന്ന പോലെ പണ്ട് തറവാട്ടിലൊക്കെ കാണാം. ആ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും നമ്മൾ താഴ്ന്ന് കണ്ട ഒരു ഫീല് അത് മേലെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഈ ലൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതും അതേ കോൺസെപ്റ്റിലാണ്. സെയിം കൺസെപ്റ്റ് തന്നെ. പണ്ടത്തെ തട്ട് എന്നുള്ള ലെവലില് ആ മറ്റേ നെല്ല് തൂക്കണ പോലുള്ള ഒരു കൺസെപ്റ്റിലുള്ള ഒരു ബൾബ് കാര്യങ്ങൾ. പക്ഷെ ഇത് ഓർഡർ ചെയ്യുന്ന അത്യാവശ്യം 2 മാസം 2 months ടൈം എടുത്തിട്ടാണ് നമ്മൾ എടുത്തിറങ്ങണം. കോൺസെപ്റ്റിൽ നമ്മൾ അത് നമ്മുടെ ഇപ്പൊ പണി ചെയ്ത ആൾക്കാർക്കും ഗുരുക്കൊക്കെ അറിയാം എന്താണ് ഒരു കൺസെപ്റ്റുള്ള അതേപോലെ തന്നെ പോകണം വിചാരിച്ചിട്ട്. ഇത് വുഡ് ആവാൻ ചാൻസ് ഇല്ല അല്ലേ? താഴെ വുഡ് ആയത് വുഡ് അല്ലാത്തത് കോൺക്രീറ്റ് ആണോ? ഇത് കോൺക്രീറ്റ് അല്ല, ഇത് നമ്മുടെ ജിപ്സത്തിലാണോ വർക്ക് ചെയ്തതാണ്. ജിപ്സത്തിൽ വർക്ക് ചെയ്തിട്ട് ആ പെയിന്റ് വർക്ക് തന്നതാണ്. അത് ശരി. കാരണം ഈ കോൺക്രീറ്റ് മറ്റേ മെയിൻ്റെ ഈ മുകളിൽ റിയൽ വുഡ് കൊടുത്താലുള്ള മെയിൻ്റെനൻസ് ഭയങ്കര പാടാണ്. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇതായിട്ട് നിൽക്കും. ജിപ്സത്തിലാണല്ലേ? അതെ അതെ. ഓക്കെ, ഗ്രേറ്റ്, അടിപൊളിയാണ്. ജിപ്സാണെന്നൊന്നും പെട്ടെന്ന് കണ്ടാൽ പറയില്ല. ഞാനൊരു വീട്ടിൽ തടി താഴെ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഇത് കോൺക്രീറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോ പിന്നെ ട്വിസ്റ്റ്. ഇത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു ചാരുപടി പോലെ കൊടുത്തത്. അടിപൊളി. നേരത്തെ പറഞ്ഞ നമ്മൾ പൂജാമുറി മേലെയുള്ള ചാരുപടിയാണ്. അടിപൊളി. ഇത് താഴത്തേക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ഒരു പ്രാർത്ഥന അതേപോലെ വന്നിട്ട് ഇരിക്കുമ്പോ ഒരു സാധനം കിട്ടും. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കോൺസെപ്റ്റ്. പക്ഷെ ഇവിടെ സത്യം ലൈറ്റ് ആവശ്യമില്ല. മോർണിംഗില് ഈ ചാരുപടി നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. എല്ലാ വീട്ടിലും ഷൂട്ടിങ്ങിന് പോയാലും 2 വീട്ടിലെ ഷൂട്ടിങ്ങിന് പോയിട്ട് ചാരുപടി കണ്ടു. ആ ചാരുപടി കണ്ടാൽ നമ്മൾ ആദ്യത്തെ ഇങ്ങനെ കാലൊക്കെ നീട്ടിച്ച് നിൽക്കും, ഒരു സുഖം. അതിനെ കവച്ച് വെക്കാൻ വേറെ ഒന്നുമില്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ഓക്കെ, മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ. ഇതൊരു വുഡൻ ഫുള്ള് വുഡൻ ഒരു പാറ്റേൺ ആണ് നമ്മൾ വരുത്തിയത്. ഇത് നമ്മുടെ ടൈൽസ് അല്ലേ? വുഡൻ ടൈൽസ് അടിപൊളിയുണ്ട്. വുഡൻ ടൈൽസ് പ്രൈവസി പിയാനോ. അതേപോലെ തന്നെ നമ്മളെ കബോർഡ് റൈറ്റ് സൈഡില് കബോർഡും കാര്യങ്ങളൊക്കെ പ്രൈവസി ഉണ്ട്. അതെ, ഇതിനകത്തൊരു വുഡൻ ഫുള്ള് വുഡൻ ഒരു തീമാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനൊരു വുഡന്റെ ഒരു ടച്ച് കൊടുത്തത്. അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു ഓഫീസ് ടേബിൾ അല്ലേ? നമുക്ക് വർക്ക് ചെയ്യാനോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ജസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ റൂമിൽ ചെറുതായിട്ടെങ്കിലും നമ്മൾ ഇരിക്കാനുള്ള ഒരു സ്പേസ് വേണം. ചില സമയത്ത് നമുക്ക് പുറത്തിരുന്ന് ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ആവരുത്. നമ്മുടെ സ്പേസ് നമ്മുടെ സ്പേസ് അങ്ങനെ ഉണ്ടാവണം, നല്ലതാണ്. ഇതിൽ മെയിനായിട്ട് ഞാൻ പറയാൻ വന്ന ഒരു സംഭവം, അതായത് ഇവിടുത്തെ ഫുൾ പെയിന്റ് വൈറ്റ് ആണ്. വൈറ്റ് പറഞ്ഞാൽ ലൈക്ക് ഓഫ് മാറ്റ് വൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഓഫ് മാറ്റ് വൈറ്റ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് മാക്സിമം നമ്മൾ യൂസ് ചെയ്തിരിക്കണം വാം ലൈറ്റ് പറഞ്ഞാൽ ഗോൾഡൻ വാം ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഓഫ് ആയിട്ട് തോന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തരം യെല്ലോയിഷ് വിത്ത് ആ ഫ്ലോറിന് മാച്ച് ആവും. ബട്ട് മോർണിംഗിലാവുമ്പോ പക്ക വൈറ്റ് ആവും. അതായത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക വൈറ്റ്, അപ്പൊ നല്ല വെളിച്ചം കിട്ടും ചെയ്യും. അപ്പൊ വാം ലൈറ്റ് യൂസ് ചെയ്തതിന്റെ ഗുണം ശരിക്കും ആക്ച്വലി അതാണ്. ഒരു ഗോൾഡൻ ഒരു ടച്ച് കിട്ടുമ്പോൾ ആ ചുമരനെ മാറും, കളർ മാറും. അപ്പൊ ആ ഫ്ലോറായിട്ട് അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ശരിക്കും വൈറ്റ്. ഇത് ശരിക്കും എനിക്ക് അവിടെ ടൈൽസിന്റെ കളറായിട്ട് തോന്നുന്നുണ്ട്, അത് മാച്ച് ആവും. ഇത് പക്ക വുഡൻ മാത്രം. ഇത് മാത്രമാണ് വുഡന്റെ ഇത് വരുന്നത്. ഒരു മാസ്റ്റർ ബെഡ്റൂം ആകുമ്പോൾ അതിന് സെപ്പറേറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാന്ന് മാത്രം.
ഇത് ഫുള്ളായിട്ട് ടൈൽസും മറ്റേ ഗ്രൗണ്ടും വാളും ഒരേ ഡിസൈൻ. അതെ അതെ, ഇത് ഒറ്റ ഡിസൈൻ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ആ മുക്കാല് ചെയ്തിട്ട് കുറെ ആൾക്കാരെ അങ്ങനെ ചെയ്യും. ആക്ച്വലി എന്താ പ്രശ്നം വെച്ചാൽ അത് മുമ്പ് അവിടെ മറലായിട്ടും ഫുള്ള് ചെയ്യുമ്പോൾ ഇത്ര ചെയ്യുന്നതിന് ഇനിയിപ്പോ ഒരു ലേശം ചെറിയൊരു പൈസ ടൈൽസിനെ നിങ്ങളുടെ ടീമിനെ നമ്മളത് പറഞ്ഞത്, അതായത് അങ്ങനെ ചെയ്ത് കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ്, നല്ലതാണെന്നുള്ളത്. ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ അടുത്ത് തന്നെയുള്ള ജസ്റ്റ് ഒരു ടെറസാണ്. ഇത് നമ്മുടെ കജാരിയുടെ ഡ്യൂറോടെക് എന്ന് പറഞ്ഞ സീരീസിലുള്ള ടൈലാണ്. ഇത് ശരിക്കും പറഞ്ഞാലേ ഷോറൂമിൽ ഇത് ഇങ്ങനെ 4 പീസ് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ഒന്നും ഒരാള് ചിലപ്പോൾ സെലക്ട് ചെയ്യാൻ തന്നെ പക്ഷെ അതിന്റെ ആ വർക്ക് പറയുമ്പോൾ ചെയ്ത് തരുമ്പോഴാണ് അതിന്റെ വർക്കും ഈ പ്രകൃതിയും ഇതെല്ലാം കൂടെ നല്ല ബ്ലൻഡാണ്, അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെ ഇതിൽ ആ ഡിസൈൻ തന്നെ നമുക്ക് ചളി കാര്യങ്ങളൊന്നും ആയിക്കഴിഞ്ഞാലും പെട്ടെന്ന് അറിയുക, ബീജ് കളറാണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യും ഓൾറെഡി. ഇപ്പൊ നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക്, മുകളിലത്തെ എന്തായാലും ഡബിൾ ഹൈറ്റ് കൊണ്ട് വരില്ല, പക്ഷെ ഈ 2 റൂം ആയതുകൊണ്ട് ഇവിടെ ചെയ്ത അടിയത്തെ റൂമിലേക്ക് തണുപ്പാവും, ഇവിടെ കുറച്ച് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. അത് മാത്രല്ല ഇതിലെ ആ റസ്റ്റിക് ഫിനിഷ് ഉണ്ടല്ലോ, റസ്റ്റിക് ഫിനിഷ് ഒക്കെ വരുന്നതോട് കൂടി തന്നെ അതൊരു പുറത്തേക്കുള്ള, ഇത് ശരിക്കും കജാരിയുടെ തന്നെ എക്സ്റ്റീരിയറിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ടൈൽസ് ആണ്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇത് 20 mm 15 സംതിങ് തിക്നെസ് വരുന്നുണ്ട്. നല്ല വൈബാട്ടോ. നേരെ ഒരു മോളിക്ക് ഒരു ഇതുണ്ട്. മോളിക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു നമ്മുടെ ഇവിടുത്തെ ഒരുവിധ ഏരിയ ഒക്കെ കംപ്ലീറ്റ് കവർ ചെയ്യാൻ ലോകാണ്. നല്ല വ്യൂ ആട്ടോ, നാച്ചുറൽ ഫീൽ നമുക്ക് കറക്റ്റ്. അതായത് മലയും മരങ്ങളും പാടവും, അത് പാടാണ്. രാവിലെ നല്ല സുഖം, രാവിലെ മോർണിംഗിലും അടിപൊളി. പിന്നെ അതുപോലെ ഇത് നമ്മള് ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഹീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയാം. ഇതാകുമ്പോൾ ഇതിൽ ഓൾറെഡി ഹീറ്റ് ഇതിൽ പ്രൊട്ടക്ട് ആവും, കാരണം ഇത്ര ഹൈറ്റിലല്ലേ വരുന്നത്. അതിന്റെ മുകളിൽ ഓടും കൂടി വരുമ്പോൾ മാക്സിമം ഡബിൾ ആയിട്ട് ചൂട് വരുന്നില്ല. പിന്നെ ഈ സാധനം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ടൈൽസിന്റെ ബാക്കി ഇപ്പൊ എക്സ്ട്രാ ടൈൽസിന്റെ അഡീഷണൽ നമുക്ക് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവയ്ക്കാം, കാരണം അത് ഇനി ആവശ്യം വരും എപ്പോഴെങ്കിലും. അപ്പൊ അതായത് നമുക്ക് ഒരു ഫ്യൂച്ചറിൽ ഡിസൈന് അപ്പൊ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ 10 വർഷം 15 വർഷം, ഇത് 20-25 വർഷമൊക്കെ കഴിഞ്ഞാലും നമുക്ക് ആ ഡിസൈൻ വേണമെങ്കിൽ നമുക്കൊന്ന് കൊണ്ടുപോയി ഭയങ്കര ദീർഘവീക്ഷണത്തിലാണ് ഞങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട്, കുറച്ച് ടൈൽ ബോക്സ് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പറയുമ്പോ എന്താ അറിയോ, നമ്മളൊരു 4 ടൈൽ വിൽക്കാൻ വേണ്ടി പറയുന്ന പോലെയാണല്ലോ അവര് വിചാരിക്കുക. അല്ലല്ല, ആക്ച്വലി സംഭവം പറഞ്ഞാൽ നമ്മൾ ഏകദേശം അവിടെ സെയിം ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി അതിനുള്ള ബോക്സും കാര്യങ്ങളും ടൈൽസും മാറ്റി വെക്കാനുള്ള